ഹലോ നമസ്കാരം. ഇന്ന് റിയൽമി 7i ലോഞ്ച് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ A41 എന്ന് പറഞ്ഞ ഫോണിൽ ലോഞ്ച് ആയിരിക്കുകയാണ്. അതുപോലെ സാംസങ്ങിൻ്റെ ഒരു M സീരീസ് കൂടി വരാൻ പോകുന്നു. തുടങ്ങിയ വിവരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ മിസ്റ്റർ ടെക് മലയാളി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റിയൽമി 7നെ പറ്റി പ്രധാനമായി നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്, 90 Hz ഒരു റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതും വെറും 12,000 രൂപ റേഞ്ചിലാണ് കിട്ടുന്നത്. അപ്പോൾ 12,000 രൂപ റേഞ്ച് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഫോണാണ് റിയൽമി 7i. നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷത്തെ പറ്റി പോകാം. റിയൽമി 7iയുടെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.5 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഡിസ്പ്ലേയിൽ എടുത്തു പറയേണ്ട കാര്യം 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 12,000 രൂപയ്ക്ക് 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന 90 Hz റിഫ്രഷ് റേറ്റ് റിയൽമി 7i വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 662 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. ഇത് അത്ര നല്ലൊരു പ്രൊസസ്സറാണെന്ന് ചോദിച്ചാൽ അത്ര നല്ലതല്ല. കാരണം ഒരു 712 ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാലും തരക്കേടില്ലാത്ത പെർഫോമൻസ് കിട്ടുന്ന നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ്. നോർമലായ യൂസിനൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല സ്നാപ്ഡ്രാഗൺ 662-ൽ. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ 64 മെഗാപിക്സലിൻ്റെ സാംസങ്ങിൻ്റെ GW1 സെൻസറുമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 123 ഡിഗ്രിയാണ്. അതുപോലെ 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ വരുന്നുണ്ട്, 2 മെഗാപിക്സലിൻ്റെ ഒരു മൈക്രോ ലെൻസ് അടങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു കോഡ് ക്യാമറയാണ് റിയർ സൈഡിൽ വരുന്നത്. പിന്നെ ഫ്രണ്ട് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച് ഹോളിൽ ഒരു 16 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ഈ ഫോണിൻ്റെ റാമും സ്റ്റോറേജിനെ പറ്റി നോക്കുകയാണെങ്കിൽ 4GB റാം 128GB എന്ന ഒരു വേരിയൻറ്റും അതുപോലെ തന്നെ 4GB റാം 64GB എന്ന് പറയുന്ന മറ്റൊരു വേരിയൻറ്റും വരുന്നുണ്ട്. പിന്നെ ഭാവിയിലേക്ക് ഇതിൻ്റെ 6GB റാം എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് വന്നേക്കാം. ഇപ്പോഴേക്ക് 4GB റാമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഡുവൽ വൈഫൈ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.1ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. അത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ NFC-യുടെ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ഒരു ഹ്യൂജ് ബാറ്ററി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1-2 ദിവസം വയ്ക്കാൻ നിൽക്കുന്ന നല്ലൊരു ബാറ്ററി ലൈഫുള്ള ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റിയൽമി 7i പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ടൈപ്പ് സിൻ്റെ ചാർജർ പോർട്ടാണ് വരുന്നത്. ആൻഡ്രോയിഡ് 10-ലാണ് ഈ ഫോൺ വരുന്നത്. റിയൽമി UI ആയിരിക്കും സോഫ്റ്റ്വെയർ വരുന്നത്. റിയൽമി 7iയുടെ പോസിറ്റീവ് ഭാഗം നോക്കുകയാണെങ്കിൽ 12,000 രൂപ റേഞ്ചിൽ നമുക്ക് 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 64 മെഗാപിക്സലിൻ്റെ ക്യാമറ സപ്പോർട്ട് വരുന്നുണ്ട്. 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊരു വാല്യൂ ഫോർ മണി ആയ ഫോൺ തന്നെയാണ്. പിന്നെ എല്ലാ ഫോണുകളിലും ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാവും. പിന്നെ 12,000 രൂപയ്ക്ക് LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അത് അത്ര വലിയ നെഗറ്റീവായിട്ടൊന്നും പറയേണ്ടതില്ല. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് വരുന്നത് റിയർ സൈഡിലാണ്. പവർ ബട്ടണിലും ഫിംഗർ പ്രിന്റ് വരുന്നില്ല. ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ ഈ ഫോണിൻ്റെ വില വരുന്നത് 4GB റാം 64GBക്ക് 11,999 രൂപ, അതായത് 12,000 രൂപയും. അതുപോലെ 4GB റാം 128GBക്ക് 13,000 രൂപയാണ് വില വരുന്നത്. അപ്പോൾ റിയൽമി 7i ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 12,000 രൂപയ്ക്ക് മേടിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫോൺ തന്നെയാണ് റിയൽമി 7i. ഈ ഫോണിൻ്റെ സെയിൽ ആരംഭിക്കുന്ന ഒക്ടോബർ 16 അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്ലിപ്കാർട്ടിലൂടെ മേടിക്കാവുന്നതാണ്. അടുത്തായിട്ട് പറയാൻ പോകുന്ന സാംസങ്ങിൻ്റെ F41 എന്ന് പറയുന്ന ഒരു ഫോൺ ലോഞ്ച് ആയിരിക്കുകയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.4 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതൊരു ഇൻഫിനിറ്റി U എന്നറിയപ്പെടുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് നമ്മൾ സാംസങ് M31ലും M21ലും കണ്ട അതേ സെയിം ഡിസ്പ്ലേ, അതേ സൈസ് ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത് 420 nits ആണ്. പിന്നെ 8.9 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡ് ഫോണാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ഫ്രണ്ടിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 10-ലാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ വരുന്നത്. 1A 2.1 ആണ് ഇതിൻ്റെ UI വരുന്നത്. പിന്നെ ഈ ഫിംഗർ പ്രിൻറ്റ് വരുന്നത് ബാക്കിലാണ്. പിന്നെ വൈഡ് 1L1 സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഡോൾബി സൗണ്ട് സപ്പോർട്ട് വരുന്നുണ്ട്. ഡോൾബി സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഹെഡ്ഫോണിൽ മാത്രമായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ 9610 എന്ന് പറയുന്ന സാംസങ് M31ലും M21ലും ഒക്കെ കണ്ട സെയിം പ്രൊസസ്സർ തന്നെയാണ് ഇതിലും വരുന്നത്. അതായത് സാംസങ് M21ന് കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്തു. 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ എന്നുള്ളത് 64 മെഗാപിക്സലാക്കി. അതുപോലെ 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ എന്നുള്ളത് 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാക്കി. ഇതല്ലാതെ വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഫോണും 2 വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. 6GB റാം 64GB സ്റ്റോറേജും അതുപോലെ 6GB റാം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിലും ലഭിക്കുന്നുണ്ട്. അതുപോലെ LPDDR4Xൻ്റെ റാമും 2.1 സ്റ്റോറേജ് ടൈപ്പുമാണ് വരുന്നത്. സെയിം സെറ്റപ്പ് തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. പിന്നെ ഇതിൽ 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഇതേ സെയിം സപ്പോർട്ട് തന്നെ വരുന്നുണ്ട്.
പിന്നെ ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലിലാണ്. അപ്പോൾ ഇനി ഈ ഫോണിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 6000 mAh ഒരു ബാറ്ററി വരുന്നുണ്ട്. അതായത് യൂഷ്വലി നമ്മൾ സാംസങ്ങിൻ്റെ മിക്ക ഫോണിലും കണ്ടുവരുന്നതാണ് ഈ 6000 mAh എം സീരീസുകളിൽ. പിന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 16,999 രൂപയാണ്. ഒക്ടോബർ 16 നടക്കുന്ന ബിഗ് ബില്യൺ ഡേയ്സിൽ നിങ്ങൾ ഈ ഫോൺ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 GB റാം 64 GB 15,499 രൂപയ്ക്ക് ലഭിക്കും. അത് ആ സമയത്ത് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ വില 16,999 രൂപ, അതായത് 17,000 രൂപയിലോട്ട് പോകും. അപ്പോൾ ആ 15 രൂപയ്ക്ക് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. പിന്നെ സാംസങ് എന്തിനാണ് എം സീരീസിൽ ഇറക്കിയ അതേപോലെ തന്നെ എഫ് സീരീസിലും ഇറക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ എം സീരീസ് നിർത്താനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇപ്പം നോട്ട് 20 സീരീസുകൾ നിർത്താൻ പോവുകയാണ്. അതായത് നോട്ട് സീരീസ് ഫോണുകൾ ഇനി അങ്ങോട്ട് 2021 തൊട്ട് ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. പകരം എസ് സീരീസിലോട്ട് തന്നെ എസ് പെൻ പോകുന്നു, നോട്ട് സീരീസിലെ ആ എസ് പെൻ എസ് സീരീസിലോട്ട് പോകുന്നു, അങ്ങോട്ടാകുന്നു. അങ്ങനെ എസ് സീരീസ് ആയിരിക്കും ഇനി വരിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ എം സീരീസും നിർത്താൻ പോവുകയാണോ എന്നറിയില്ല. എന്തായാലും കൂടുതൽ അറിവും വിവരത്തിനും വേണ്ടി നമുക്ക് കാത്തിരിക്കുക തന്നെ ചെയ്യാം. ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട.